പ്രാവശ്യം ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ അതായത് പൊളിഞ്ഞ് കുളമായതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരെണ്ണം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ PVC പൈപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് കേട്ടോ. ശ്രമിക്കല് മാത്രമാണ് അത് വിജയിച്ച് ഇപ്പോഴാണ് വിജയിച്ചത് നിങ്ങൾ പറയാൻ പറ്റുള്ളത്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ അത് അക്കോമഡേറ്റ് ചെയ്യണം. ഒരു കുന്നുണ്ട്, അപ്പൊ വെക്കുമ്പോ കാണിച്ചു തരാം. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ അത് കഴിഞ്ഞ വ്ളോഗിൽ കണ്ടതല്ലേ, ഇതുപോലത്തെ വലിയ നമ്മുടെ PVC പൈപ്പ് മേടിച്ചിട്ടുണ്ട്. 20 രൂപയുള്ളൂ കേട്ടോ ഇങ്ങനത്തെ PVC പൈപ്പിന്റെ ഒരെണ്ണത്തിന്. അപ്പൊ അതുപോലത്തെ 2 എണ്ണം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. പൈപ്പ് എന്ത് ചെയ്യും, നമ്മുടെ മറ്റേ പൈപ്പ് എന്ത് ചെയ്യാൻ അടിക്കുന്ന അപ്പൊ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് കാണിച്ചു തരാം. മോളിലേക്ക് കുത്തി ഇങ്ങനെ അകത്തി വെച്ച് മോളിലേക്ക് അത് ട്രീ അല്ലല്ലോ മരം പോലെ അത് ട്രീയാ. അത് നമുക്ക് മേടിക്കാം. അത് നമ്മൾ ഒറിജിനൽ മേടിക്കുന്നതാ. ഇളയമ്മയും ശ്രീകുട്ടനും അച്ചും ഞാനൊക്കെ കൂടിയിട്ടാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത് കേട്ടോ. ആക്ച്വലി കഴിഞ്ഞ ദിവസം ഈ സംഭവം കുളമായി പോയപ്പോൾ ഒരു വാശി അടന്നു, പതിവിലും നന്നായി അല്ലെങ്കിൽ കുളമായി പോയതിനേക്കാളും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന്. അപ്പം അതിൽ താഴത്തെ ഫ്രെയിം കിട്ടാൻ പറ്റാൻ ഞാൻ ആലോചിച്ചടാ. അപ്പം ഞാൻ നോക്കിയപ്പോൾ സൈക്കിളിൻ്റെ റിമൊക്കെ മനസ്സിലൂടെ കടന്നു പോയെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള വട്ടം വേണമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഓസില്ലേ, നമ്മൾ മോട്ടറൊക്കെ അടിക്കുന്ന ഓസ്, അത് നമുക്ക് മനസ്സിൽ വന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാനായിട്ടൊരു കണക്ടറൊക്കെ ഉപയോഗിച്ച് ഉള്ളിൽ കയറ്റിയപ്പോൾ സംഭവം കയറുന്നില്ല. അപ്പോഴാണ് ശ്രീകുട്ടൻ പറഞ്ഞത് അമ്മ ഇത് ചൂടാക്കിയാൽ മതി കയറും എന്നുള്ള കാര്യം. ചൂടാക്കിയാൽ കയറുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ശ്രീകുട്ടൻ അത് ഓർമ്മ നിന്നത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിട്ടോ. നമ്മൾ വീട് പണിയുന്ന കാലത്ത് ചേട്ടന്മാർ ചെയ്യുന്ന പരിപാടി അവൻ കണ്ടിട്ടാണ് അവ അത് പിടിച്ചിട്ടുള്ളത്. പക്ഷെ ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, നമ്മുടെ എന്താ പറയുക, പ്രയോഗിക്കേണ്ട സമയത്ത് അത് പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ ലൈഫ് സക്സസ് ആണ്. അപ്പോൾ നമ്മൾ അടിയിലത്തെ ഫ്രെയിം ഉണ്ടാക്കിയെടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് PVC പൈപ്പാണ്. 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 5 എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് പോലെ കിട്ടൂടാ. അത് എനിക്ക് പറ്റിയൊരു ഫോൾട്ടാണ്. അപ്പോൾ ഇതിൽ കൂടെ കുറച്ച് ഫോൾട്ടും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരെണ്ണത്തിന് നീളം കുറവുണ്ടായിരുന്നു, അതുമ്മ ഒരു വടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ സെല്ലോ ടേപ്പ് ഒന്നും എടുത്ത് മുകളിൽ കെട്ടണ്ട, നല്ല ചിരടുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ ചിലങ്ക കിട്ടുന്ന ചിരടാണ്. അങ്ങനെ തന്നെ വേണമെന്നില്ല. സാധാരണ നമ്മുടെ അണ്ടർസ്കേർട്ടിനൊക്കെ ഇടുന്ന ചിരട് നമുക്ക് 10-20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഉണ്ട മേടിക്കാൻ കിട്ടും. അതായാലും മതി. അത് വെച്ച് കെട്ടുമ്പോൾ ഇമ്മൂവബിൾ അല്ല, മൂവബിൾ ആവും. നമുക്ക് ഈ വടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നത് കേട്ടോ. താഴത്ത് നമ്മുടെ PVC പൈപ്പിൻ്റെ അല്ല, മറ്റേ ഓസിൻ്റെ ഒരു വട്ടവും അതുപോലെ തന്നെ മുകളിൽ ഒരു 4 എണ്ണം PVC പൈപ്പിൻ്റെ. അത് നമ്മൾ 1.25 മീറ്റർ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഹൈറ്റ് ഉണ്ട് അതിന്. അത് നമ്മൾ 4 സൈഡും വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ശ്രീകുട്ടനാണ് സഹായിക്കാൻ എത്തിയിട്ടുള്ളത് ഇപ്രാവശ്യം. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഈ വക ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്ത് പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു മരം വെച്ച് അതുമ്പോൾ നമുക്ക് തൂക്കിയിടാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതൊരു സ്പെഷ്യൽ അല്ലേ നമുക്ക്. ഇതിപ്പോൾ വീട്ടിലാരെങ്കിലും വന്നിട്ട് ഇത് കൊള്ളാലോ, ഇതാരുണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ശ്രീകുട്ടൻ പറയാം അത് ഞാനും എൻ്റെ അമ്മ ഉണ്ടാക്കിയതാന്ന് പറയുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള നമ്മുടെ റിസൾട്ട് എന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തു. ഇനി ഇതിൽ ഈ പച്ച ഗിൽറ്റ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ മേടിച്ചേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു തിക്കായിട്ടുള്ള ഒരു പേപ്പറാണ് ഈ സംഭവം കേട്ടോ. അത് കാരണം നമുക്ക് കുറച്ചും കൂടി ഭംഗിയും ഒരു തിക്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ മരത്തിന്. അപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് PVC പൈപ്പും തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് ഫുള്ള് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു പച്ചമരാക്കി എടുക്കാൻ പോവാണ്. വെറും പച്ചമരടാ, പച്ചമരം. അങ്ങനെ നമ്മുടെ PVC പൈപ്പുമ്മ നമ്മുടെ ഗിൽറ്റ് പേപ്പറുകൾ മൊത്തം ചുറ്റി അവസാനം നമുക്ക് ഇതുപോലത്തെ കുറേ ഉണ്ടകൾ സംഭവങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ കേരള ഫാൻസിന്ന് ഇക്കയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്കയാണ് സത്യം പറഞ്ഞാൽ ഈ ട്രീ ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം കേട്ടോ. ഞാൻ വെറുതെ ഒരു കുട്ടി ട്രീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇക്ക കുറേ സാധനങ്ങൾ തന്നിട്ട് പറഞ്ഞത് നീ ഉണ്ടാക്കുമ്പോൾ എന്നെ മെൻഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ പിന്നെ ഞാൻ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇക്ക തന്നത് എന്താണെന്ന് തോന്നി ഞാൻ നോക്കിയില്ല. കുറേ ഉണ്ടായിരുന്നടാ ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഞാൻ കാണുമ്പോഴാണ് ഇത്രയധികം സംഭവങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് അറിയുന്നത്. അപ്പോൾ
ഒരു ട്രീക്കല്ല, ഒരു 2-3 ട്രീ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഈ ബോൾസൊക്കെ എങ്ങനെയാണ് റേറ്റ് എന്നുള്ള കാരണം കൊണ്ട് എനിക്കത് അറിയില്ല കേട്ടോ. ഒക്കെ തന്ന കാരണം കൊണ്ട് ഞാൻ എല്ലാത്തിനും കൂടി ഒരു 1000 രൂപ കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്തതും ചേച്ചി സെലക്ട് ചെയ്തതും പിന്നെ ഇക്ക സെലക്ട് ചെയ്തതും ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ബെൽസൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ട്രീ ഉണ്ടാക്കുന്നതും അതും ഇടുന്നതും ഒക്കെ. നമ്മൾ പൊതുവേ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒന്നില്ലെങ്കിൽ തലൂർ വീട്ടിലാണെങ്കിൽ നമ്മുടെ മറ്റേ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സപ്പോട്ട, അതുമ്മേ എന്തെങ്കിലുമൊക്കെ കണ്ടാമുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിടും. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിൽക്കുന്ന യുജീനിയം എന്തെങ്കിലുമൊക്കെ ചെയ്തിടും, റംബൂട്ടാൻമ എന്തെങ്കിലുമൊക്കെ ചെയ്തിടും. കുറേ മാല ബൾബും നക്ഷത്രങ്ങളും മാത്രമായിരുന്നു നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഒരു ട്രീയും അതുമ്മേ കുറേ ഇതുപോലെയുള്ള അടിപൊളി ഐറ്റംസും കൂടി ആയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മുടെ വീട്ടിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫൈനലി ഇതാ ഹാപ്പി ക്രിസ്മസ് എഴുതിയ നക്ഷത്രം കൂടി കിരീടം പോലെ നമ്മുടെ ട്രീക്ക് ചൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ഐറ്റംസ് ബാക്കിയിരിക്കണു കേട്ടോ. പിന്നെ ഞാൻ അതിനെ അവിടെ ഇവിടെയൊക്കെ കുത്തി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 തൊട്ട് 100 രൂപയുടെ ഉള്ളിലാണ് എല്ലാതും വരുന്നുള്ളൂ. എല്ലാം ഇപ്പോൾ ആ ഒരു തീമിലാണ് അവിടെ ഇറക്കുന്നത്. ഉടനെ പൊക്കോ, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും. തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അവിടെയാണ് കേരള ഫാൻസി സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാ പേജിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ ഗ്രീൻ ട്രീ റെഡി ആയിട്ടുണ്ട്. ഐ മീൻ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ടടാ. പപ്പാനീനെയൊക്കെ വെച്ചപ്പോൾ അടിപൊളിയായിട്ടോ. പപ്പാനിയൊക്കെ നല്ല വലിയ പപ്പാനിയായിരുന്നു. നമ്മുടെ ഡോള് പോലത്തെ പപ്പാനി, ബെൽസ്, അതുപോലെ റീത്ത് സംഭവങ്ങൾ ഒക്കെ ആഡ് ചെയ്ത് ഒരു അടിപൊളിയാക്കി എടുത്തു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക വുള്ളൻ ത്രെഡിൽ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ പപ്പാനിയില്ലേ, അതിന് ഹാപ്പി ക്രിസ്മസ് എഴുതിയിട്ടുള്ള ഒരു ടാഗും കൂടി വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ കുഞ്ഞു കുഞ്ഞു കുറച്ച് പപ്പാനികൾ ഉണ്ടായിരുന്നു, അവർ ആഡ് ചെയ്തു. നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി. എനിക്ക് എന്തോരം സാധനങ്ങളാണെന്നറിയോ, ഇത് മുഴുവൻ വെച്ചിട്ട് ബോറാക്കണ്ടത് ചേട്ടൻ ലാസ്റ്റ് നിർത്തിയതാണ്. ഇനിയും ഉണ്ടായില്ല, കുറച്ച് കുറേ ഉണ്ടല്ലോ വെക്കാൻ. ഇനിയും അതേ അവിടെ കിടക്കാണ്. ഏറ്റവും ലാസ്റ്റത്തെ സാധാരണയും കൂടി ശ്രീകുട്ടൻ വെക്കട്ടെ. പുറത്ത് വെച്ചോ, അവിടെ വെക്കണ്ട, അവിടെ നിറച്ചായി. ഇവിടെ പിന്നെയും കാണാത്ത Dashing through the snow on a one-horse open sleigh. Oh, the fields we go, laughing out. ഇത്രയും സാധനങ്ങൾ ബാക്കി വന്നപ്പോൾ വിചാരിച്ചു ഞാൻ നമ്മുടെ മറ്റേ ട്രീമില്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ പണി കഴിച്ച് കുളമാക്കിയ ട്രീമെന്ന് കുറച്ച് ഗിൽറ്റ് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ പാത്രമൊക്കെ ഉണക്കാൻ വെക്കുന്ന ആ ഒരു കൊട്ടയാണ് കേട്ടോ. പക്ഷെ അത് ഫെയിലായിരുന്നു. പലപ്പോഴും നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി ബാക്ക്ഗ്രൗണ്ട് ഈ വക ഒച്ചയും ബഹളാവുമ്പോഴാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനും വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ഓവർ മസ്റ്റായിട്ട് വരും. കാരണം അവരെപ്പോഴും പാട്ടുപാടിയും ഇതുപോലെ തന്നെ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായ കാരണം കൊണ്ട് നമുക്ക് വിഷയം അവതരിപ്പിക്കാനായിട്ടൊരു സ്പേസ് കിട്ടില്ല. അങ്ങനെ ഞാൻ പഴയ ഫ്രെയിം ഉണ്ടാക്കിയ പോലെ തന്നെ വേറൊരു ഫ്രെയിമും കൂടി ഉണ്ടാക്കിയടാ. ഈ വൈറ്റിന് വേണ്ടിയിട്ടാണ്. വൈറ്റിൻ്റെ പേപ്പർ ഭയങ്കര നൈസായിരുന്നു, ഒട്ടും തിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പഴയതിൽ നിന്ന് ഊരിയെടുത്ത കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു നൂല് കമ്പിയുമ്പോഴാണ് അത് ആ പേപ്പറുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് നോക്കണത്. അപ്പോൾ ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും എനിക്കൊരു വാശിയായിരുന്നു കേട്ടോ. മീൻസ് എന്നെ എന്താ പറയുക, ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊരു തോന്നലില്ലേ, ആ ഒരു തോന്നലായിരുന്നു. പലപ്പോഴും നമ്മുടെ ആ തോന്നലുകളെ നമ്മുടെ ലക്ഷ്യം കൈവരിക്കാനായിട്ട് നമ്മളെ ഒരു എന്താ പറയുക ഒരു പ്രചോദനമായിട്ട് വരാറുണ്ട്. എന്തോരം നമ്മൾ മീൻസ് പരീക്ഷണങ്ങൾ നേരിട്ടാലും ഞാനിത് ചെയ്യും എന്നൊരു തോന്നലില്ലേ, ആ ഒരു തോന്നൽ നമുക്ക് വരും, ഒരു വാശി. അപ്പോൾ ശ്രീകുട്ടനും അച്ചൂട്ടിയും പിന്നെ ഭാഗ്യനൊക്കെ കൂടി സ്കേറ്റിംഗ് ക്ലാസ്സിന് പോയപ്പോഴാണ് ഞാൻ നമ്മുടെ വൈറ്റ് ട്രീ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. വൈറ്റ് ട്രീക്ക് ഇക്ക സ്പെഷ്യലായിട്ട് വൈറ്റും റെഡും ഐറ്റംസ് മാത്രമാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കുറേ ബോൾസ് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വലിയ കാര്യമായിട്ട് തുന്നി പിടിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ 2 എണ്ണം കെട്ടിയിട്ട് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചു. ഇത് നമുക്ക് ഊരിയിട്ട് വലിയ പെട്ടിയിലിട്ട് സിപ്പ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അടുത്ത വർഷം ഞാൻ വലിയ ട്രീ എവിടെന്നെങ്കിലും നമ്മുടെ പറമ്പുകളിൽ നിന്നൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ചെയ്യണം എന്നൊക്കെയാണ് മനസ്സിലാഗ്രഹമുള്ളത്. അപ്പോൾ ഇത് മൊത്തം നമ്മുടെ വൈറ്റ് ആൻഡ് റെഡ് തീമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു എന്താ പറയുക ഭംഗി എന്ന പോലെ നമ്മുടെ ഈ
ബെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. റീത്തൊക്കെ വെച്ച് ബാക്കി നമ്മുടെ പഴയ ട്രീമ ചെയ്ത പരിപാടികളൊക്കെ ചെയ്തപ്പോൾ ഇവന് സൂപ്പറായി. ഇവന് മുകളിൽ 2 നക്ഷത്രം വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നടാ. വൈറ്റ് ട്രീ ആണ് എനിക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ ചെയ്ത് വന്നപ്പോൾ. പിന്നെ അടിയിലത്തെ ആ ഫ്രെയിം കാണാനുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഫ്രെയിം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫറിൻ്റെ തുണിയൊക്കെ ഇടാം, ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 2 സൂപ്പർ ക്രിസ്മസ് ട്രീസ്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായടാ. നമ്മുടെ 2 ക്രിസ്മസ് ട്രീകളും റെഡി ആയിരിക്കുകയാണ്. ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ഗ്രീനും ആണ് കേട്ടോ. ഇവിടെ ഏകദേശം നല്ലൊരു പരിവായിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കാനുണ്ട്. അതൊക്കെ വൃത്തിയാക്കാൻ നമുക്ക് നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണ്ടേ. ഇന്നിപ്പോൾ ഡിസംബർ 17-ാം തീയതി. ഇവനെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, വെയിൽ ഉദിക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഇവരെ കളറൊക്കെ പോവുക, ആകെ മങ്ങും. 25-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ എടുത്ത പണിക്ക് ഒരു ഉപകാരമില്ലാണ്ടാവുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇവനെ നമ്മുടെ ഫ്രണ്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ചെട്ടിയുമായിട്ടുള്ള മൽപ്പിടത്തലത്തിൽ എത്തുന്നത്. ആക്ച്വലി ഇവൻ ഇവിടെ നിന്ന് നീക്കാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ എന്നോടോ ബാല എന്ന് ചോദിച്ച് ഞാൻ അവൻ അങ്ങോട്ട് ഇതിൻ്റെ അപ്പുറം ചാടി കിടന്നവനാണ് ഈ KK ജോസഫ് എന്നുള്ള രീതിയിൽ അവനെ എടുത്ത് മാറ്റിയിട്ടാ. പിന്നെ നമ്മുടെ CC പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, അവനെടുത്ത് മാറ്റി. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്ക് ഇത് എടുത്ത് വേണമെങ്കിൽ മാരത്തോൺ മത്സരത്തിന് ഓടാൻ പോവാം. അത് ഞാനൊരു ഒഴുക്കിൽ പറഞ്ഞതാണ്. അപ്പോൾ 2 ആളുണ്ട് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ആ ഒരു PVC അല്ല, ഓസിൻ്റെ ആ പച്ച കളർ ഇത്തിരി ബോറാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് അവിടെ ഞാൻ പറഞ്ഞ പോലെ ഫറിൻ്റെ തുണികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഇടാം. നമ്മൾ ഇവനെ ഇവിടെയല്ല പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവനെ നമ്മൾ നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്താകുമ്പോഴേക്കും ഉണ്ണിയേശുവിനെയൊക്കെ കൊണ്ട് ഉണ്ണിയേശുവിന് ഇവരെ 2 ആളുടെ ഇടയിലൊക്കെ ഇരുത്താനാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ നമ്മൾ ഫെയറി ലൈറ്റ്സ്, നമ്മുടെ മാല ബൾബ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടു. ഒരാൾക്ക് വെള്ളം ഇട്ട് കൊടുത്തു. പച്ചക്കാരനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമ്മൾ 3-4 കൊല്ലമായിട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് കേട്ടോ. അവരൊക്കെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കുന്ന കാരണം കൊണ്ട് ഓരോ വർഷം ഉപയോഗിക്കാൻ പറ്റും. 1-2 എണ്ണമൊക്കെ അടിച്ചു പോവും. അപ്പോൾ നമ്മൾ വീണ്ടും അവരൊപ്പം മേടിക്കും. ഇനി നമ്മുടെ മൊത്തം യൂജീനിയം ഇടാണ്ട് വീടിന് അലങ്കരിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് 2 എണ്ണം ഇട്ട് കൊടുത്ത് ഇതാണ് ഫൈനൽ റിസൾട്ട്. Dashing through the snow on a one-horse open sleigh. Oh, the fields we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride on a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride on a one-horse open sleigh. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വൃത്തിയാക്കലാണ് ഒരു ചടങ്ങായിട്ടുണ്ടായിരുന്നത്. അത് ശ്രീകുട്ടൻ നമുക്ക് ചെയ്തു തന്നു. ഇനി നമുക്ക് നക്ഷത്രങ്ങൾ ഇടണം. വീടിൻ്റെ ചുറ്റും കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ഉണ്ട്. അലങ്കാരപ്പണികൾ ചെയ്തു വരുമ്പോൾ അലങ്കോലപ്പണികളാവുമെന്ന് അറിയില്ല. ഭാഗ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഭാഗ്യന് കുറച്ചും കൂടി ഐഡിയ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീടിൻ്റെ ഹൈറ്റിലേക്കൊക്കെ കയറണമെങ്കിൽ ഭാഗ്യം വേണം. ഭാഗ്യന് എന്താ വെച്ചാൽ ഷട്ടിടാത്ത എന്നുള്ള കമ്പനി നിരോധിച്ചിരിക്കുന്നു. ഭാഗ്യന് ഈ കാറ്റുകാലായ നല്ല ഇച്ചിങ് വരുവാടാ, അലർജിക്കാണ് ടുവേർഡ്സ് പൊടി. അത് കാരണം കൊണ്ട് ആ സമയത്ത് ആൾ മരുന്നൊക്കെ തേച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ചേട്ടാ ഇത് ഇട്ടായോ എന്ന്. ഞാൻ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ വീട്ടിൽ മൂട്ട പോയാണ് ചെയ്യ് എനിക്ക് അപ്പനെ ചെയ്ത് കിട്ടണം കാര്യങ്ങൾ. അപ്പോൾ ആൾ പാവം എനിക്ക് വേണ്ടി ചെയ്തു തന്നു. നല്ലവനായ ഭർത്താവ് നക്ഷത്രങ്ങളൊക്കെ ഇട്ട് തരാണ്. ഫൈനലി നമ്മുടെ വീട്ടിൽ ഒരു ക്രിസ്മസ് വൈബ് വന്നു. Dashing through the snow on a one-horse open sleigh. Oh, the fields we go, laughing all the way. Bells on bobtails ring, making spirits bright. വീഡിയോ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് കണ്ടു കഴിഞ്ഞെന്നുണ്ടെങ്കിലും ഒരു ദിവസത്തെ പരിപാടിയായിരുന്നു. ആക്ച്വലി ഭാഗ്യൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ കണ്ടില്ലേ, ആ എക്സ്പ്രഷൻ തന്നെയായിരുന്നു ശ്രീകുട്ടൻ വന്നപ്പോൾ അമ്മ അത് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും ചെയ്ത് തീർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലും ഇതുപോലൊരു കുട്ടി ട്രീ ഒക്കെ നമ്മുടെ മക്കളോടൊപ്പം ഉണ്ടാക്കുക. ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട്, അവരുടെ ഭാവിയിൽ അവരുടെ മക്കളോട് ഷെയർ ചെയ്യാനായിട്ട് കുഞ്ഞു വിശേഷങ്ങൾ അവളുടെ മനസ്സിൽ ഇട്ട് കൊടുത്തിട്ട് പുതിയൊരു ക്രിസ്മസ് കൂടി നമുക്ക് കടന്നു പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
ക്രിസ്മസ് സീരീസിൽ വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീജ.